ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കാൻ പോകണം നമ്മൾ ഒരു ഡുവർ റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഗൈസ് നമ്മളിതേ ഇപ്പോൾ നമ്മുടെ പുതിയ ബർമുഡ 2.0 ബർമുഡ 2.0 ആണ്. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് M60 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കാമല്ലോ, നമ്മൾ നേരെ പോകുന്നു. നമ്മളിതേ ഇവിടെ നമ്മളിത് എന്താ പറയുക ഗൈസ്, അപ്പോൾ നമ്മളിത് ലെവൽ 3 വെസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും M60 ഉണ്ടായിരുന്നു, അതിനെ അടുത്തില്ല. കാരണം വെച്ചാൽ 2 ലോങ് എൻ്റെ പെട്ടെന്ന് കയറുന്നതാണ്, അതുകൊണ്ട് കുറച്ച് ലേറ്റാക്കി. അപ്പോൾ നമുക്ക് വീണ്ടും MA2B കിട്ടി. MA2B കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ നമ്മുടെ വെക്ടർ മാമനെ എടുത്തു. വെക്ടർ അത് നമുക്കിപ്പോൾ ലൂട്ടൊന്നും സെറ്റല്ല ഗൈസ്. നമ്മളിത് M40 ആണെന്ന് വെച്ച് പോയി, പക്ഷെ തെറ്റിപ്പോയി ഗൈസ്. നമുക്ക് M4 വേണമായിരുന്നു, എന്ത് ചെയ്യാനാ ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂഡ് CR7 ആണ് ഗൈസ്. ചെക്കൻ ക്രോണോ മാം എന്നാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എന്താ പറയുക ഇവിടെ ക്രോണോ അല്ല, സോറി ഗൈസ്, നമ്മുടെ ചങ്കുപടി നമ്മുടെ വിഘ്നേഷാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സീൻ കട്ട് ചെയ്തു. കാരണം വെച്ചാൽ ഒരു എനിമി ഉണ്ടായിരുന്നു, ആ എനിമീനെ കുറേ ഡാമേജ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇവനാണെങ്കിൽ നെറ്റ് പോയി എടുക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ് നോക്കുമ്പോൾ ചെക്കനെ ഇവിടെ കാണാനില്ല, ചെക്കൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി പെട്ടെന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കാം, എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്ക്, ശബ്ദം എവിടെ നിന്ന് കേൾക്കണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ ഗ്ലൂ വാളിൽ നോക്കി. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ നമ്മുടെ നല്ല വെടി. അപ്പോൾ എന്ത് ചെയ്തു, അവനാണെങ്കിൽ താഴത്തോട്ട് ഇറങ്ങി നേരെ നോക്കി. പക്ഷേ ഒറ്റടി 28 ഡാമേജ്. അപ്പോഴേക്കും 66 ഹെഡും കയറി ഗൈസ്. നമ്മുടെ ബൗണ്ടിയിൽ വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ ബൗണ്ടിയിലാണെങ്കിൽ നമ്മുടെ ഡ്രാഗനാവ മാമൻ ഉണ്ടായാൽ മതിയായിരുന്നു. ഇല്ല ഗൈസ്, നമ്മുടെ ഡ്രാഗനാവ മാമൻ ഇല്ല. പക്ഷെ എന്താണ് ഗൈസ്, തെറ്റിപ്പോയി. അപ്പോൾ നമ്മുടെ വെക്ടറും പിന്നെ ഇപ്പോൾ നമുക്ക് ലെവൽ 3 വെസ്റ്റും കിട്ടി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മൾ ഇതൊക്കെ സീൻ കട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ നോക്കാവും ചെയ്തു. അപ്പോൾ ഒരുത്തനാണെങ്കിൽ ഞാൻ അവിടെ നോക്കാക്കി. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ അവൻ്റെ ടീമേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ചെക്കനെ നേരെ ഒന്നും നോക്കിയില്ല, അടിച്ചടിച്ച് ലാസ്റ്റ് എന്താ പറയുക ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഒരു അടി കിട്ടിയ പോലെ തോന്നി ഗൈസ്. അപ്പോൾ ഒരുത്തനാണ് അവിടെ ടീമേറ്റിനാണ് കൊന്നു. അപ്പോൾ ഞാൻ ഇത് അവരുടെ ഡുവോ പ്ലേയേഴ്സാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എന്താ പറയുക, നമ്മൾ നല്ല റഷിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ ഈ വഴിക്ക് കൂടെ വരാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്തു, നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ചു ഗൈസ്. നമ്മൾ ഈ സൈഡിൽ കൂടെ എൻ്റെ ഹോങ്കോങ്ങിൻ്റെ എബിലിറ്റി നമ്മുടെ പുല്ലുമനുഷ്യൻ ഐലൻഡ് നമ്മുടെ സോൺ വന്നിട്ടാണ് നമ്മുടെ CR7 മരിച്ചേ. CR7 എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞോളെ. അപ്പോൾ ഗൈസ് ബുദ്ധിപൂർവ്വം കളിക്കുക നിങ്ങളെ ട്രിക്സ്. നമ്മുടെ ഹോങ്കോങ്ങിൻ്റെ ക്യാരക്ടർ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ടയോട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് ഹോങ്കോങ്ങിൻ്റെ നല്ല പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിമി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഇതുള്ളൂ എന്ന് വിചാരിക്കുക, നമ്മുടെ കുറച്ച് ഇതുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് അതൊക്കെ വിട് ഗൈസ്, നമുക്ക് ഗെയിം പ്ലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ നിന്ന് സ്കാർ വെച്ചിട്ട് അടിച്ച് നല്ലോണം അടിച്ചു. പക്ഷെ ചെക്കൻ്റെ നേരെ ഞാൻ സൈലൻസ് വെച്ചുകൊണ്ട് ചെക്കൻ നമ്മുടെ ഈ ഗെയിം പ്ലേയുടെ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ചെക്കൻ അവിടെ ഗ്ലൂ വാൾ ഇട്ടു. എന്ത് ചെയ്തു, ഞാൻ അവൻ്റെ ടീമേറ്റിനെ അടിച്ച് ലാസ്റ്റ് എന്ത് ചെയ്തു ഗൈസ്, നമ്മൾ നേരെ ഒന്ന് നോക്കിയാൽ അടിച്ചു അടിച്ചു. അപ്പോൾ നമ്മുടെ നേരെ ആണെങ്കിൽ ഒരു എനിമി ഉണ്ടായിരുന്നു, എനിമി താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് നേരെ അടിയിലോട്ട് പോവാം. അടിയോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയോട്ട് പോയി. അപ്പോൾ ഗൈസ് അടിയോട്ട് പോയി. അപ്പോൾ ഗൈസ് ഇവിടെ എയർ ഡ്രോപ്പ് ഞാൻ കുറേ എടുത്തു, പക്ഷേ എനിക്ക് കുറേ ഗ്ലൂ വാളും കിട്ടി. അപ്പോൾ ഗൈസ് ഒരുത്തൻ്റെ എടുക്കണം, നേരെ നോക്കി അടിച്ചടിച്ച് ലാസ്റ്റ് ഒരു നോക്കും. അപ്പോൾ അവൻ്റെ ടീമിൻ്റെ ലൂട്ട് ബോക്സ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൻ്റെ ലൂട്ടൊക്കെ സെറ്റാക്കി നമുക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ സ്കോപ്പ് കണ്ടില്ല ഗൈസ്. ഞാൻ ഓരോട്ടോടി പോവാൻ നോക്കുമ്പോൾ നമ്മുടെ അവന്മാരാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു ഗൈസ്, ഞാൻ അവൻ്റെ മുൻപത്തെ ടീമിനെ നല്ലോണം റഷ് ചെയ്തു. പിന്നെ ഒറ്റടി 180 വെച്ച് ഹെഡ് ഗൈസ്. സ്കാർ എനിക്ക് ഇതാണ് ഇഷ്ടം. അപ്പോഴാണ് ഗൈസ് നമുക്ക് ടീമേറ്റ് ആണെങ്കിൽ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, നേരെ റഷ് ചെയ്ത് കയറാൻ വെച്ചാൽ അപ്പോഴാണ് നമുക്കൊരു വെടി വന്നത്. അത് ഗ്ലൂ വാൾ ഇടലും മരിച്ചു ഗൈസ്. എന്താണ് ഗൈസ് ഇത്, ചക്കൻ പോയി അടിച്ചു VS
ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വേണമാണ്. അപ്പോൾ ബൈ.